की ओर आज हम मिलकर आने वाले हैं। വളരെ പരിചിതമായ ഒരു വേദഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുവരുന്നത്. योना का पुस्तक उसके दूसरे अध्याय उसके पहले आयत की ओर हमारे ध्यान हम लेकर आएंगे। യോനായുടെ പുസ്തകം 2-ാം അധ്യായം पहला आयत 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, प्रेज़ लॉर्ड, यहाँ पर लिखा गया है कि योना उस मत्स्य के पेट में रहते हुए परमेश्वर से प्रार्थना किया हुआ एक बात हमने यहाँ पर देखा है। യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. हमें योना के बारे में पूरा घटना, पूरा इतिहास हमें पता है। इसके लिए काफी बार उसके अंदर का मेन संदेश हमें काफी बार समझ में नहीं आता है। യോനായുടെ മുഴുവൻ ചരിത്രവും കഥകളും നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് പലപ്പോഴും അതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒരു സന്ദേശം നമ്മൾ സ്വീകരിക്കാറില്ല. योना बोलते ही हमने हमारे हृदय का दरवाजा बंद कर दिया। हम कहेंगे कि ये कौन सा भविष्यवक्ता है जो परमेश्वर से दूर भागने का कोशिश किया और जबरदस्ती के कारण वापस आना पड़ा बोलकर हम काफी बार प्रेज़ लॉर्ड हालेलुया योना से ज्यादा हम सुनना नहीं चाहते हैं। യോന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വരും, ഇത് ഏതൊരു പ്രവാചകന് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, എന്നാൽ ദൈവത്തിന്റെ നിർബന്ധ നിമിത്തം മടങ്ങി വന്ന ഒരു വ്യക്തി എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സ് പെട്ടെന്ന് നമ്മൾ യോനായ്ക്ക് വിരോധമായി അടച്ചു കളയാറുണ്ട്. लेकिन यहाँ पर इस 4 अध्यायों में हम जो पढ़ते हैं, पूरे घटनाएं योना नाम का व्यक्ति को रिकंस्ट्रक्ट करने के लिए, रीबिल्ड करने के लिए परमेश्वर ने तैयार किया हुआ एक एक घटना को हम वहां पर देख रहे हैं. ഈ 4 അധ്യായങ്ങളിലും നമ്മൾ കാണുന്നത് യോനായെ എങ്ങനെ പുനർപണിതെടുക്കാം എന്നുള്ള, അല്ലെങ്കിൽ മടക്കി വരുത്താം എന്നുള്ള ദൈവിക ശ്രമത്തിന്റെ കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. परमेश्वर हर पल अपने लोगों को डिसिप्लिन करने का कोशिश करता है, क्योंकि परमेश्वर अपने हित के अनुसार हमें तैयार करना चाहता है. ദൈവം ദൈവത്തിന്റെ ജനത്തെ അച്ചടക്കമുള്ളവരാക്കി അവന്റെ ഇഷ്ടപ്രകാരം മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. यहाँ पर योना प्रार्थना किया करके हमने देखा है. ഇവിടെ യോന പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കാണുന്നു. प्रार्थना करने वाले बहुत सारे परमेश्वर की लोगों के बारे में बाइबल में हम निरंतर देखते हुए आ रहे हैं. ബൈബിളിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരെ അനേകരെ നമ്മൾക്ക് കാണാം. उस घटना की ओर हम आगे बात में जाएंगे, लेकिन यहाँ पर इस योना का प्रार्थना कौन सा समय में हो रहा है वो भी हम जानना बहुत जरूरी है. ആ ഭക്തന്മാരുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ പിന്നീട് കടന്നു പോകും. എന്നാൽ ഇവിടെ യോന പ്രാർത്ഥിക്കുന്ന ആ സാഹചര്യം എന്താണെന്ന് നമ്മൾ അറിയണം. योना के बारे में ऐसा लिखा गया है, he was a prophet during the reign of Jeroboam king. हालेलुया. दूसरा राजा उसके 14th अध्याय उसके 25 में योना के बारे में बताया गया है. 2 രാജാക്കന്മാർ 14-25 ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യൊരോബെയാം രാജാവിന്റെ കാലഘട്ടത്തിലായിരുന്നു യോന ജീവിച്ചിരുന്നത്. परमेश्वर ने योना को निनवे जाकर प्रचार करने के लिए परमेश्वर से चुना. ദൈവം യോനായെ തിരഞ്ഞെടുത്തത് നിനവയിൽ പോയി പ്രസംഗിക്കുവാനാണ്. निनवे परमेश्वर की लोगों का जगह नहीं है, बल्कि असीरियन राज्य का है, जो इस्राएलियों का सबसे बड़ा शत्रु है. वो राज्य का कैपिटल में जाकर प्रचार करने के लिए कह रहा है. ആ നിനവെ എന്ന് പറയുന്നത് ദൈവജനം പാർക്കുന്ന ഇടമല്ല, അസരിയ ആളുകൾ താമസിക്കുന്ന, ഇസ്രായേലിന്റെ ഏറ്റവും ശത്രുക്കളായിരിക്കുന്നവർ താമസിക്കുന്ന ആ തലസ്ഥാന നഗരിയിൽ ചെന്ന് പ്രസംഗിക്കാനാണ് യോനായെ തിരഞ്ഞെടുത്തത്. the cruel enemy करके हम बोल सकते हैं, क्योंकि हर समय इसराइलियों के खिलाफ रहने वाले, इसराइलियों को ऊपर दबाव डालने के लिए, उन्हें खत्म करने के इरादा बनाने वाले असेरियन उस राज्य के राज्य में जाकर भविष्यवाणी करने के लिए कहता है. അവരെ കുറിച്ച് ഒരുപക്ഷെ ക്രൂര ശത്രുക്കൾ എന്ന് പറയാം. എപ്പോഴും ഇസ്രായേലിന് വിരോധമായി പ്രവർത്തിക്കുന്നവർ, ഇസ്രായേലിന്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു അശൂർ ദേശം, ആ ദേശത്ത് ചെന്നാണ് പ്രസംഗിക്കുവാൻ ഇപ്പോൾ യോനായ്ക്ക് അരുളപ്പാടുണ്ടായി. जैसे निनवे में जाने के लिए कहा, योना कहा कि मेरे से नहीं हो पाएगा, किसी और को आप चुन लो.
ദൈവം അത് പറഞ്ഞപ്പോഴേ യോന പറഞ്ഞു, ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, വേറെ ആരെങ്കിലും നോക്കിക്കോ. आप सोचकर देखिएगा, आपसे यदि परमेश्वर कह रहा है जिसको आप सबसे ज्यादा नफरत करते हैं उनके अनुग्रह के लिए प्रार्थना करने के लिए यदि आपसे कहे तो आप बिल्कुल प्रार्थना नहीं करेंगे. നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മളോട് പറയുകയാണ്, ഏറ്റവും നമുക്ക് വിരോധമുള്ള നമ്മുടെ ശത്രുവായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ പോകുമോ? परमेश्वर यदि ज्यादा जबरदस्ती करेंगे तो बोलेंगे कि परमेश्वर आप नहीं जानते इन्होंने मेरे खिलाफ क्या क्या किया है, क्या क्या झूठे गवाही बोला है, मुझे खत्म करने के लिए, मुझे मेरे ऊपर दबाव डालने के लिए, मुझे लज्जित करने के लिए बहुत कुछ इन्होंने षड्यंत्र रचा है, इसके लिए मैं जाने के लिए तैयार नहीं हूं बोलकर हम शायद वहां से भाग कर निकल जाएंगे. നമ്മൾ അത് കേൾക്കുമ്പോഴേ ദൈവത്തോട് പറയും, ഈ വ്യക്തിയെ കുറിച്ച് ദൈവമേ നിനക്ക് അറിയത്തില്ലയോ, എനിക്ക് ഏറ്റവും ഭാര വെച്ചവനാണ്, എന്നെ നശിപ്പിക്കുവാൻ, എന്റെ കുറ്റം പറഞ്ഞ്, എന്നെ ദൂഷണം പറഞ്ഞ്, എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയ ഇവന് വേണ്ടി എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോകും. योना का भी अनुभव वैसा ही है. योना कहता है कि नहीं, मैं नहीं जाने वाला, क्योंकि मैंने उनके नाश के लिए मैंने प्रार्थना किया है, उनके अनुग्रह के लिए प्रार्थना करना मेरे लिए बड़ा मुश्किल की बात है. അത് തന്നെയാണ് യോനായും ചെയ്തത്. യോന പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ ജനം നശിച്ചു പോകാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടവനാണ് ഞാൻ, അവിടെ ചെന്ന് എങ്ങനെയാ അവനെ പ്രസംഗിക്കുന്നത്? यहाँ पर लिखा गया है, इंस्टेड ऑफ ओबेइंग गॉड जोना रैन अवे फ्रॉम गॉड. परमेश्वर से वो भाग निकलने का कोशिश किया करके हमने वहां पर देखा है. അവിടെ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യോന ഓടിപ്പോയി എന്ന് വചനം പറയുന്നു. हालेलुया. वहां पर काफी घटनाएं लिखा है, लेकिन उस भाग की ओर जाना नहीं चाहूंगा. आज हमने जो एपिसोड पढ़ा है, योना दूसरा अध्याय 10 आयतों से भरा हुआ एक अध्याय है, लेकिन वो पूरा अध्याय प्रार्थना के बारे में बताया गया है. ആ ഭാഗങ്ങളിലേക്കും ചരിത്രത്തിലേക്കും ഒന്നും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം വായിച്ച 2-ാം അധ്യായം 10 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. അത് ഒരു പ്രാർത്ഥനയുടെ അധ്യായമാണ്. योना परमेश्वर से प्रार्थना करने वाला शब्द इस दूसरे अध्याय में बताया गया है. യോനയുടെ പ്രാർത്ഥനാ ശബ്ദമാണ് ഈ 2-ാം അധ്യായത്തിൽ ഉള്ളത്. और ये योना कहां पर बैठकर प्रार्थना कर रहा है, पहले आयत में हमने ऑलरेडी देखा है. യോനയുടെ പ്രാർത്ഥനയുടെ സ്ഥലം ആമേൻ 1-ാമത്തെ അധ്യായ വാക്യത്തിൽ തന്നെ നമ്മൾ വായിച്ചു. हालेलुया. अपने डाइनिंग टेबल में या अपने काउच में बैठकर प्रार्थना नहीं कर रहा है, बल्कि उस मछली के पेट के अंदर बैठकर वो प्रार्थना कर रहा है. യോന പ്രാർത്ഥിക്കുന്നത് തന്റെ ഊണുമേശയിൽ ഇരുന്ന് അല്ലെങ്കിൽ താൻ വിശ്രമിക്കുന്ന തന്റെ സോഫായിൽ ഇരുന്നല്ല താൻ പ്രാർത്ഥിക്കുന്നത്. യോന പ്രാർത്ഥിക്കുന്നത് മത്സ്യത്തിന്റെ വയറ്റിൽ. हालेलुया. जहां पर कोई प्रार्थना कर नहीं पाएंगे, ऐसे परिस्थिति में योना परमेश्वर से प्रार्थना करना शुरू कर रहा है. ആർക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത അപ്രകാരമുള്ള ഒരു സാഹചര്യത്തിലാണ് യോന ഇപ്പോൾ കിടന്ന് പ്രാർത്ഥിക്കുന്നത്. हालेलुया. परमेश्वर उसे डिसिप्लिन करने के लिए कुछ बातों को उसके जिंदगी में लेकर आ रहा है. യോനായെ ഒന്ന് നന്നാക്കി എടുക്കുവാനായി ദൈവം ചില സാഹചര്യങ്ങൾ യോനായുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. हालेलुया. परमेश्वर अपने भक्तों के द्वारा प्रार्थना किया हुआ सारे प्रार्थनाओं को सुनने वाला परमेश्वर है करके हमने परमेश्वर के वचनों से देखा है. ദൈവഭക്തന്മാരുടെ സകല പ്രാർത്ഥനകളും ദൈവം കേട്ടിട്ടുണ്ട് എന്ന് നമ്മൾക്ക് വചനത്തിലൂടെ അറിയാം. हालेलुया. बुक ऑफ एक्सोडस चैप्टर 32 वर्सेस 11 में मूसा ने परमेश्वर से प्रार्थना किया करके हम वहां पर देखते हैं. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ മോശ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നു. इस्राएली लोगों को हर एक प्रकार की अनुग्रह जब मिल गया, वे परमेश्वर की भय से हट गए और पाप की रास्ते में चलने के लिए तैयार हो गया. तब यहोवा का क्रोध इस्राएलियों के ऊपर जब आया, तब मूसा परमेश्वर से प्रार्थना कर रहा है. അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ, സകലതും നന്മയ്ക്കായി ലഭിച്ചപ്പോൾ, ഇസ്രായേൽ ദൈവത്തെ മറന്ന് ദൈവത്തെ വിട്ടുകളഞ്ഞ സാഹചര്യത്തിൽ ദൈവത്തിന്റെ കോപം ജനത്തിനു നേരെ ജ്വലിച്ചപ്പോൾ മോശ
ആമേൻ ഇടിവിൽ നിന്ന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. परमेश्वर कहता है कि मैं इन्हें खत्म करने जा रहा हूं, लेकिन मूसा परमेश्वर से प्रार्थना करे कि खुदा यहां तक आपने लेकर आया, दूसरे लोग आपके बारे में गलत बातें कहना शुरू करेंगे, इसके लिए आप हमें दया करना, इस लोगों को आप बिल्कुल शिक्षा नहीं देना बोलकर वहां पर लोगों के बीच में वे बिचवाई कर रहा है. അവിടെ ദൈവജനത്തെ ഇസ്രായേൽ ജനത്തെ ദൈവം ദഹിപ്പിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ അവൻ പുറപ്പെട്ടു വരുമ്പോൾ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീയാണ് ഇവിടെ വരെ കൊണ്ടുവന്നത്. ആമേൻ, ഈ മറ്റുള്ള ജാതികൾ നോക്കി നീ നല്ലവനല്ല എന്ന് പറയും, അതുകൊണ്ട് ഈ ജനത്തെ നശിപ്പിക്കരുതേ എന്ന് മധ്യസ്ഥ അണയ്ക്കുകയാണ്. भजन संहिता 51 में दाऊद ने परमेश्वर से प्रार्थना की, अपने कष्ट के समय में परमेश्वर से प्रार्थना किया करके हम वहां पर देखते हैं. സങ്കീർത്തനങ്ങൾ 51 ദാവീദ് തന്റെ കഷ്ടകാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു. पहला राजा उसके 18वें अध्याय में एलिया परमेश्वर से प्रार्थना किया और परमेश्वर ने स्वर्ग से आग उतारा करके हम वहां पर देखते हैं. ഒന്ന് രാജാക്കന്മാർ 18ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. प्रेरित पौलुस परमेश्वर से प्रार्थना किया और हर एक पल प्रेरित पौलुस के बारे में बताया गया है कि वो कलीसियाओं के लिए प्रार्थना करने वाला एक भक्त रहा करके प्रेरित पौलुस के बारे में हम सीखते हैं. പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് നിരന്തരമായി ദിനം പ്രതി സഭയ്ക്ക് വേണ്ടി വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പോസ്തലനായി പൗലോസിനെ നമ്മൾ വചനത്തിൽ കാണുന്നു. लेकिन यहाँ पर योना दूसरों के भलाई के लिए प्रार्थना नहीं कर रहा है. परमेश्वर ने जब उसे प्रार्थना करने का जिम्मेदारी दिया तब वो चुपचाप रहा करके उसके बारे में हम यहाँ पर पढ़ रहे हैं. എന്നാൽ യോനായെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം കാണുന്നില്ല. ദൈവം ഒരു അവസരം കൊടുത്തപ്പോൾ മിണ്ടാതെ ഒളിച്ചോടിപ്പോയ യോനയെയാണ് നമ്മൾ കാണുന്നത്. लेकिन उसके जिंदगी का सबसे वर्स्ट पॉसिबल मोमेंट जब उसके जिंदगी में आया, और एक कठिन अनुभव आने के लिए उसके जिंदगी में बाकी नहीं बचा, उतना कठिन समय में अब वो परमेश्वर से प्रार्थना कर रहा है. ഇപ്പോൾ താൻ ആയിരിക്കുന്ന അനുഭവം ഇത്ര കാഠിന്യമേറിയതും ഇനി ഇതിൽ കൂടുതലൊന്നും വരാനില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കഷ്ടതയുടെ സമയത്താണ് യോന ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത്. सोच कर देखिएगा, इट इज ऑन द ब्रिम, उसके एड्ज में है, अब और कोई रास्ता नहीं बचा है, ऐसे समय में प्रार्थना कर रहा है. അവിടെ നമ്മൾ ചിന്തിക്കണം, മരണത്തെ മുഖാമുഖമായി കണ്ട് ഇനി ഇതിനപ്പുറത്ത് വേറൊന്നും വരാനില്ല, ജീവിതം തീരുമെന്ന് തോന്നുന്ന ആ അനുഭവത്തിലാണ് യോനയുടെ പ്രാർത്ഥന. On the last stage of his life, वो आईसीयू में, वेंटिलेटर में प्रार्थना करने वाला एक परिस्थिति को वहां पर देख रहे हैं. യോനയുടെ അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും ക്രിട്ടിക്കലായി സീരിയസ് ആയി ഐസിയുവിൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള അനുഭവമാണ്. हालेलुया. एक बार घर में जहां पर मृत्यु हुआ था, वहां पर कुछ लोग सांत्वना देने के लिए गए. ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു മരണമുണ്ടായി. അവിടെ ആശ്വാസം പറയാനായി കുറച്ച് ആളുകൾ പോയി. और वहां पर वो घर में पति का डेथ हुआ है और पत्नी बहुत जोर जोर से रो रही है. അവിടെ ഭർത്താവാണ് മരിച്ചത്, ഭാര്യ ഉറക്കെ കരയുകയാണ്. आमीन, प्रेज़ लॉर्ड. ये जो लोग सांत्वना देने के लिए गए थे, उन पता नहीं कि क्या बोलना है. वो जाकर इस पत्नी से जाकर कहते हैं कि मत रो, इससे भी कुछ बड़ा होने वाला था, लेकिन परमेश्वर ने इतना तक ही होने दिया करके कहा. ആ കരയുന്ന ഭാര്യയോട് ചെന്ന് അവര് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവര് ചെന്നിട്ട് പറയുകയാണ്, ഇതിലും വലുതെന്തോ വരാനിരുന്നതാ, ഇതും കൊണ്ട് നിന്നല്ലോ, നീ കരയരുതെന്ന് പറഞ്ഞു. हालेलुया. इससे ज्यादा क्या होना है? अपना पति मरा हुआ है, तभी हालेलुया ऐसे सांत्वना देने वाले लोगों को भी हम देखते हैं. ഇതിൽ കൂടുതൽ ഇനി എന്താ, ഭർത്താവ് മരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് വേറെന്താണ് വരാനിരിക്കുന്നത്? അങ്ങനെയുള്ള ആശ്വാസം തരുന്നവരാണ് ഈ ലോകത്തിലുള്ളത്. हालेलुया. योना को और एक कठिन समय आने के लिए अभी नहीं बचा है, क्योंकि उसका मृत्यु को वो आमने सामने देख रहा है. യോനായിക്ക് ഇതിൽ കൂടുതൽ വലുത് വരാൻ യാതൊന്നും ഇനി മുന്നോട്ടില്ല. കാരണം മരണത്തെ മുന്നിൽ കണ്ടാണ് യോന ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്നത്. अब वो प्रार्थना कर रहा है. അപ്പോഴാണ് താൻ പ്രാർത്ഥിച്ചത്. हमारे भी जिंदगी में काफी बार ऐसे कठिन परिस्थिति में हम जब आकर गिरते हैं, तब हम परमेश्वर की ओर कभी कभी देखते हैं. നമ്മുടെയും പലരുടെയും ജീവിതത്തിൽ
അത്രയ്ക്കും കാഠിന്യമേറിയ ജീവിത അനുഭവങ്ങൾ വരുമ്പോഴാണ് ദൈവത്തിങ്കിലേക്ക് നോക്കുന്നത്. तब तक हम चुपचाप रहेंगे, हम मजे में रहेंगे, हमारे मनमर्जी के हिसाब से हम जिंदगी को बिता लेते हैं. അന്ന് വരെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ഇഷ്ടമുള്ളതുപോലെ നടന്ന് നമ്മുടെ വഴികളിൽ നമ്മൾ ജീവിക്കും. जब परमेश्वर ने उससे बुलाया था इस कार्य करने के लिए, तब योना ने परमेश्वर से प्रार्थना नहीं किया. അവനെ പ്രാർത്ഥിക്കുവാൻ വിളിച്ച് ആ ഉദ്ദേശത്തോടെ വിളിച്ച കാലത്ത് പ്രാർത്ഥിപ്പാൻ അവന് കഴിഞ്ഞു. जब वो तर्शीश की ओर जाने का टिकट लिया, तभी भी परमेश्वर से नहीं पूछा कि क्या मैं जाऊं या नहीं जाऊं, टिकट लूं या नहीं लूं, क्योंकि अभी प्रेसिडेंट युद्ध का समय है और प्राइस इतना बड़ा हुआ है, बहुत महंगा टिकट है, मैं लेना है या नहीं लेना, तभी तक नहीं पूछा है उसने. തർശീശിലേക്ക് ഓടിപ്പോകുന്നതിന് മുന്നമേ അവന് ചോദിക്കേണ്ടിയിരുന്നു, ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥനയിൽ അപേക്ഷിക്കണമായിരുന്നു. എന്നാൽ അവൻ ദൈവത്തോട് ചോദിച്ചില്ല. हालेलुया. जब आंधी आया तभी भी परमेश्वर से वो प्रार्थना नहीं कर रहा है. കൊടുങ്കാറ്റ് വന്നപ്പോഴും അവൻ ദൈവത്തോട് ചോദിച്ചില്ല. और उस जहाज के अंदर जितने लोग हैं, सभी लोग प्रार्थना कर रहे हैं. सभी लोग अपने अपने भगवान से वे चिल्ला चिल्ला कर रो कर प्रार्थना कर रहे हैं. तभी भी योना प्रार्थना नहीं कर रहा है. ആ കപ്പലിനകത്തുള്ളവരെല്ലാം ഭയപ്പെട്ട് അവരവരുടെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആമേൻ യോനായ്ക്ക് യാതൊരു അനക്കവുമില്ല. आमीन. क्या हम हमारे जिंदगी से कंपेयर करके देख पा रहे हैं? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നു? हालेलुया. काफी बार जब प्रार्थना करना है तभी हम प्रार्थना नहीं करते हैं. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് പ്രാർത്ഥിപ്പാൻ പലർക്കും കഴിയുന്നില്ല. हालेलुया. गाड़ी चलाने वालों को पता है, गाड़ी में यदि कोई अलर्ट सिंबल आता है, अलर्ट साइन आता है, तो तुरंत उसे रिपेयर करना जरूरी है. നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ നമ്മൾക്കറിയാം, വണ്ടി എന്തെങ്കിലും ഒരു നമ്മൾക്ക് ശ്രദ്ധ തരത്തക്കവണ്ണം എന്തെങ്കിലും ഒരു അപകടകരമായ ചിഹ്നം കാണിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി റിപ്പയർ ചെയ്യും. यदि अभी कोई बात नहीं, चलने दो बोलकर दूसरा एक सिंबल के लिए वेट करेगा तो जल्दी ही अगला सिंबल भी आ जाएगा. ആ വന്ന അപകട സൂചനയെ നമ്മൾ തിരസ്കരിച്ച് ഇനി വരുമ്പോഴാകട്ടെ അടുത്ത പ്രാവശ്യമാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ഇനി വരുന്ന സിമ്പൽ വേറെന്തെങ്കിലും. और फिर तीसरा जब आएगा तब गाड़ी जहां पर चला रहे हैं उसी रास्ते के बीच में ब्रेक डाउन हो जाएगा. ഇനി അതിനെയും തിരസ്കരിച്ച് കളഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഓടുന്ന വഴിയിൽ ചിലപ്പോൾ നിന്നുപോകും. काफी बार हम जब शोरूम में जाते हैं, ये सिंबल बदलने के लिए बहुत महंगा है बोलकर काफी बार सुनते ही हम वापस आ जाते हैं. ആ ചിഹ്നങ്ങളൊക്കെ ആ അപകടകര സൂചനകളൊക്കെ മാറ്റണമെന്ന് വിചാരിച്ച് നമ്മൾ ചെന്നാൽ വലിയ വിലയുള്ളതാണ്. हम सब जब गोवा में एक मिशन ट्रिप के लिए गए, थॉमसन पास्टर के गाड़ी में हम जा रहे थे, तो गाड़ी चलाते समय हमने एक सिंबल देखा गाड़ी में. पास्टर से पूछा, पास्टर ये क्यों ऐसा दिखा रहे? पास्टर ने बोला कि शोरूम लेकर गया था, तभी 19,000 रुपए बोला सिंबल हटाने के लिए. इसके लिए मैंने कहा कि रहने दो, थोड़ा जहां तक जा रहे हैं तब तक जाएंगे करके कहा. ഒരിക്കൽ ഗോവയിലെ തോംസൺ പാസ്റ്റർ അങ്കിളിന്റെ കാറില് മിഷൻ ട്രിപ്പിന് പോകുന്ന സമയത്ത് അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിമ്പൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് പാസ്റ്ററോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മാറ്റണമെങ്കിൽ 19,000 രൂപ കൊടുത്തു വേണം അത് മാറ്റാൻ. അതുകൊണ്ട് അത് എത്ര നാൾ പോകുന്നു അത്ര നാൾ പോകട്ടെ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. और मैकेनिक ने भी कहा कि कोई बात नहीं, ये ज्यादा हानि देने वाला नहीं है, इसके लिए चलने दो करके कहा. इसके लिए हम गोवा तक जाकर वापस आ गए. മെക്കാനിക്കും പറഞ്ഞത് ഇത് വരുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഗോവ വരെ പോയി തിരിച്ചു വന്നു. हालेलुया. प्रेज लॉर्ड. लेकिन कुछ होने नहीं दिया, परमेश्वर ने संभाला. ഒന്നും സംഭവിച്ചില്ല ദൈവത്തിന്റെ ദയ കൊണ്ട്. आजकल का सिंबल यदि दिखाना शुरू करेंगे तो तुरंत नहीं करेंगे तो गाड़ी रास्ते के बीच में खड़ा हो जाएगा. എന്നാൽ ഇന്നത്തെ വണ്ടികളിൽ എന്തെങ്കിലും ഒരു അപകട സൂചനയുടെ അടയാളം കാണിച്ചാൽ ഉടനെ അത് റിപ്പയർ ചെയ്തില്ലെങ്കിൽ വഴിയിൽ വണ്ടി നിന്നു പോകും. परमेश्वर काफी बार हमें कुछ अलर्ट साइंस देते हैं और हम तुरंत एक्ट करने के लिए तैयार नहीं है. तुरंत यदि हम उस कार्य करने के लिए तैयार नहीं है तो शायद जिंदगी में ब्रेक डाउन आ जाएगा. ദൈവം നമ്മുടെ ജീവിതത്തിലും ചില അപകട സൂചനകൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയത്തക്കവണ്ണം നമ്മളെ മനസ്സിലാക്കത്തക്കവണ്ണം തരാറുണ്ട്. അതിനെ പ്രതികരിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അതിനെ നമ്മൾ
തിരസ്കരിച്ച് കളഞ്ഞാൽ ആമേൻ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാവും. वो आंधी आपके खिलाफ इसके लिए आया, आपके लिए एक अलर्ट साइन था वो. ആ കടലിലെ കാറ്റ് നിനക്ക് ഒരു അടയാളമായിരുന്നു നിന്റെ ജീവിതം തെറ്റാണെന്ന് അറിയിക്കുവാൻ. वो व्यक्ति आपका विरोध खड़ा हो गया क्योंकि आपके लिए परमेश्वर कुछ अलर्ट साइन दे रहा था परमेश्वर की ओर आप देखने के लिए और प्रार्थना करने के लिए. നിനക്ക് വിരോധമായ ഒരു വ്യക്തി ജീവിതത്തിൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ അത് ദൈവം നിനക്ക് തരുന്ന ഒരു സൈൻ ആണ്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. आपके घर में यदि वो फलाना बीमारी आ रहा है तो आपको एक अलर्ट साइन परमेश्वर दे रहा है परमेश्वर की ओर देखने के लिए. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില രോഗങ്ങൾ ദൈവം നമുക്ക് തരുന്ന ഒരു അടയാളവും ഒരു ചിഹ്നമായിരിക്കാം ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയുക. जिंदगी में अचानक से आने वाला एक एक घटना के पीछे परमेश्वर का हाथ है, उसे हम इग्नोर ना करें, परमेश्वर की ओर देखना जरूरी है. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ചില അടയാളങ്ങളും അപകട സൂചനകളും അതിനെ നമ്മൾ തിരസ്കരിച്ചു കളയരുത്. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഒരു മുഖാന്തരമായിരിക്കണം. यहाँ पर उसके उस अध्याय की दूसरी आयत से हम देखेंगे जल्दी से कुछ आयतों की और हमारे ध्यान हम लेकर आएंगे. അതിന്റെ 2-ാം വാക്യം, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. बस वहां पर वो 9वीं आयत तक वो प्रार्थना कर रहा है. प्रार्थना का शब्द वहां पर लिखा गया है. 9-ാം വാക്യം വരെ യോനായുടെ പ്രാർത്ഥനാ വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. एक एक जगह पे आकर वो गिड़गिड़ा रहा है, पुकार रहा है, रो रहा है, परमेश्वर से विनती कर रहा है. हालेलुया, प्रेज़ लॉर्ड. एक एक घटना से जब होकर गया वो कहता है कि परमेश्वर, मैं जानता हूं कि आपके तुलना करने के लिए और कोई नहीं है. आपके सामने मैं सरेंडर कर रहा हूं. അവിടെ ഓരോരോ വാക്യങ്ങളിലും അത് യോനായുടെ പശ്ചാത്താപവും അനുതാപവും പരാതി പറച്ചിലും എല്ലാമായിട്ട് യോന ഇതും പറയുന്നുണ്ട്, ദൈവമേ നിന്നെ പോലെ വേറൊരു ദൈവമില്ല എന്നും ഏറ്റുപറയുന്ന അനുഭവങ്ങൾ ഓരോ വചനത്തിൽ നമ്മൾ കാണും. जिंदगी का तनाव हमें सिखाएगा कि परमेश्वर के समान और कोई नहीं है, उसका तुलना करने के लिए और कोई नहीं है. ജീവിതത്തിലെ കഷ്ടതയുടെ തീവ്രതയിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്, ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല, ദൈവമല്ലാതെ ആരും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയും. यदि किसी प्रकार परमेश्वर का भय हमारे अंदर कम हो रहा है, तनाव का और मुश्किलें जिंदगी में कम है, इसके लिए परमेश्वर का भय हमारा कम हो रहा है. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും ഒക്കെ അല്പം കുറയുന്നത് കൊണ്ടാണോ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. हालेलुया. लेकिन परमेश्वर अपने भक्तों को दोबारा अपने ट्रैक में लेकर आने वाला परमेश्वर भी है. ദൈവം തന്റെ ഭക്തന്മാരെ തിരിച്ച് മടക്കി വരുത്തുന്ന ദൈവം. क्योंकि परमेश्वर का आग्रह हमारे बारे में केवल कुछ अनुग्रह देखकर हमें तृप्त करने के लिए ही नहीं, बल्कि उस अनंतता के लिए हमें तैयार करने के लिए परमेश्वर का महान योजना है. നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ കുറെ അനുഗ്രഹങ്ങളെ തന്ന് കുറെ നന്മകളെ തന്ന് നമ്മളെ അങ്ങ് ജീവിപ്പിച്ച് തൃപ്തിപ്പെടുത്തുവാനല്ല ദൈവത്തിന്റെ പദ്ധതി. എങ്ങനെയെങ്കിലും നിത്യജീവനിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പദ്ധതി. हालेलुया. यहाँ पर योना को उसके जिंदगी का सबसे कठिन और कष्ट का समय उन्हें पुश करना पड़ा परमेश्वर की ओर देखने के लिए. യോനായുടെ കഷ്ടതയുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ തന്നെ കടത്തിക്കൊണ്ടുപോകേണ്ടതായി വന്നു. തന്റെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തുക. उस उड़ाव पुत्र के समान, हालेलुया, जब सब कुछ नष्ट हो गया, अब कोई उम्मीद नहीं बचा है, सूअर का खाना खाना पड़ रहा है, तब वो कहता है कि हे परमेश्वर, हे स्वर्गीय पिता, मैं तेरे सम्मुख मैंने गुनाह किया है बोलकर वो वहां पर कबूल कर रहा है. ആ മുടിയൻ പുത്രനെ പോലെ തന്റെ ജീവിതത്തിലെ ഉണ്ടായിരുന്ന നന്മകളെല്ലാം നഷ്ടപ്പെടുത്തി, സകലതും നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് പന്നിയുടെ തീറ്റ കഴിച്ച് കിടക്കുന്ന സമയത്താണ് അവന് ബോധം വരുന്നത്, ദൈവമേ ഞാൻ നിന്നോട് പാപം ചെയ്തു. यहाँ पर इस तीसरे आयत में हम देखते हैं योना खुद प्रार्थना कर रहे हैं कि हे परमेश्वर,
तूने इतना गहराई में मुझे लेकर गया है, हालेलुया, इतना कठिन समय से मैं होकर जाना पड़ रहा हूं. മൂന്നാമത്തെ വാക്യത്തിൽ യോന ദൈവത്തോട് പറയുകയാണ്, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു എന്ന് പറയുകയാണ്. हालेलुया, प्रेज द लॉर्ड. कठिनाई का समय हमें हर पल तैयार करने वाला समय है. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ ആഴത്തിന്റെ അനുഭവങ്ങൾ നമ്മളെ പണിയുന്ന സമയങ്ങൾ. सचमुच में योना की पुस्तक जब हम पढ़ते हैं, वहां पर प्रेज द लॉर्ड हमारे लिए लगने वाला एक मिरेकल क्या है वो जानना भी हम मानना हम जरूरी है. യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുന്നത് നമ്മൾ അത് അംഗീകരിക്കണം. सभी लोगों के लिए वास्तव में उस मत्स्य के मुंह से योना बाहर आने वाला अनुभव बहुत ही मरकल लगता है. എല്ലാവരുടെയും ജീവിതത്തില് ചിന്തയ്ക്കനുസരിച്ച് ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യോന പുറത്തു വന്നതാണ് അത്ഭുതം. लेकिन वास्तव में परमेश्वर वो बात को बड़ा मरकल करके नहीं देख रहा है, बल्कि उसके द्वारा वापस परमेश्वर की ओर आने वाला एक भक्त का अनुभव सबसे बड़ा मरकल परमेश्वर मान रहा है. എന്നാൽ ദൈവത്തിന് ശ്രേഷ്ഠമായ വിഷയം എന്ന് പറയുന്നത് യോനായെ മത്സ്യം കൊണ്ട് ഛർദ്ദിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ യോനയുടെ വയറ്റിൽ കിടന്ന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യോന പുറത്തു വന്നു എന്നുള്ളതൊന്നുമല്ല ദൈവത്തിന്റെ വിഷയം. ആമേൻ. അവിടെ കിടന്ന് അനുതപിച്ച ഒരു ഭക്തൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വിഷയം. क्योंकि वहां पर उस 10वें आयत में हम देखते हैं, and the Lord commanded the fish and it vomited Jonah onto the dry land. उस सूखे जमीन पर आकर उसने उल्टी कर दिया करके वहां पर बताया गया है. 10ാമത്തെ വാക്യത്തിൽ എന്ന യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് अरे എഴുതിയിരിക്കുന്നു. परमेश्वर यदि कहेगा तो मछली भी मानने के लिए तैयार हो जाता है. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യവും അനുസരിക്കും. परमेश्वर यदि कहेगा तो आंधी तूफान भी कहना मानने के लिए तैयार हो जाता ദൈവം है. ഒരു വാക്ക് കൽപ്പിച്ചാൽ കടലും കരയും എല്ലാം അനുസരിക്കും. परमेश्वर यदि कहा तो कुछ भी बातें कहना मानने के लिए तैयार होता है. लेकिन मनुष्य ही ऐसा व्यक्ति है जो तभी भी परमेश्वर की ओर लौट कर आने के लिए तैयार नहीं होते हैं. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കും. എന്നാൽ മനുഷ്യനാണ് തന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വന്ന് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ വാശി പിടിച്ചു നിൽക്കുന്നത്. परमेश्वर हमसे चाहते हैं कि एक छोटा सा अलर्ट में ही हम वापस उसकी ओर आ जाए. എന്നാൽ ദൈവം നമ്മളെ അവൻ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, ദൈവം ഒരു ചെറിയ സൂചന തരുമ്പോൾ തന്നെ ദൈവത്തെങ്കിലേക്ക് നമ്മൾ മടങ്ങി വരണം. हालेलुया. पिछले दिन हमारे चर्च में एक चाइल्ड डेडिकेशन सेरेमनी था और वहां पर हम कुछ बातों को हम परमेश्वर के वचन से मनन कर रहे थे. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ സഭയിലെ ഒരു കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അവിടെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുവാനിടയായി. वास्तव में हम जो कहते हैं उससे भी ज्यादा हमारे एक्शंस डोमिनेट करता है. നമ്മുടെ വാക്കുകളെക്കാളും മുകളിൽ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ പ്രവൃത്തികളാണ്. वहां पर कुछ और अलग बात था कि पेरेंट्स को बच्चों के सामने कैसा रहना है, वो बातों को वहां पर हम कह रहे थे. അവിടെ വേറൊരു വിഷയമായിരുന്നു, കുഞ്ഞുങ്ങളുടെ മുന്നിൽ മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കണം എന്നതാണ് പറഞ്ഞത്. पापा मम्मी बोलते कि ऐसा करना है, ऐसा करना है. बच्चे वो सुनते भी है और पापा उस बातों को कैसा करता है वो भी देखते हैं. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയും, നീ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ പറയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മാതാപിതാക്കൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. एक बहुत बड़ा इंजीनियर था जो सरकारी फ्लाईओवर्स और रोड्स बनाते थे. ഒരിടത്ത് ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു, താൻ വലിയ വലിയ ഗവൺമെന്റ് പ്രോജക്റ്റില് പാലങ്ങളൊക്കെ പണിയുന്ന വ്യക്തിയായിരുന്നു. उनका बेटा जब बोर्ड एग्जाम पास हुआ, वो इंजीनियरिंग के लिए जा रहा था, तो वो पिता ने उनके बेटे को एक गोल्डन रिंग दिया उनको पहनने के लिए. തന്റെ മകൻ വലുതായപ്പോൾ താൻ എഞ്ചിനീയറിംഗ് പഠിക്കാനായി പോകുന്ന സമയത്ത് ഒരു സമ്മാനമായി ആ പിതാവ് ഒരു സ്വർണ്ണമോതിരം കൊടുത്തു. ये बेटा बड़े खुशी से रिंग तो लिया, लेकिन वो जब पढ़ने के लिए गया, वहां पर जब एक ब्रेक टाइम मिला तो वो रिंग निकाल कर एक पत्थर में घिस घिस के देख रहा है. ആ സമ്മാനം കിട്ടിയതൊക്കെ അവന് വലിയ സന്തോഷമായി. എന്നാൽ ഒരു ദിവസം പോയിട്ട് ആ കിട്ടിയ സ്വർണ്ണമോതിരം എടുത്ത് ഒരു കല്ലിൽ താൻ ഒരച്ചു നോക്കുകയാണ്. काफी बार जब घिस रहा है, तभी उनका मित्र हालेलुया आकर पूछता है कि तू क्यों ये इतना महंगा सोना का रिंग पत्थर में तुम क्यों घिस रहा है. ആ താൻ ചെയ്യുന്ന ഈ കല്ലിൽ ഒരച്ചു നോക്കുന്നത് കണ്ടിട്ട്
തന്റെ കൂട്ടുകാരൻ ചോദിച്ചേടാ ഇത്ര വിലപ്പെട്ട മോതിരം നീ എന്തോ ഈ കല്ലിലിട്ട് ഉറയ്ക്കുന്നത്? हालेलुया। ये बेटा कहता है मैं जानता हूं कि बड़ा महंगा रिंग है, लेकिन देने वाला मेरा पिताजी है, इसके लिए मुझे बिल्कुल विश्वास नहीं हो रहा है। അവൻ പറഞ്ഞു സ്വർണ്ണമൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല മോതിരമാണെന്നൊക്കെ എനിക്ക് അറിയാം, എന്നാലും തന്നത് അപ്പനായതുകൊണ്ട് ഒരു സംശയമുണ്ട്. हालेलुया, क्योंकि वो जब फ्लाईओवर बनाता है उसमें जितना कंक्रीट गिरना है, जितना सीमेंट गिरना है, जितना टार गिरना है वो नहीं गिरता है, पूरा कॉम्प्रोमाइज करते हैं और घर में आके झूठा हिसाब लिखते हुए मैंने मेरी आंखों से देखा है करके बेटा कहता है। താൻ പറഞ്ഞു എന്റെ അപ്പൻ ഈ പാലങ്ങളൊക്കെ പണിയാൻ പോകുമ്പോൾ അതിന് വേണ്ടുന്നതായ കോൺക്രീറ്റും സിമെന്റും ടാറും ഒന്നും നന്നായി ഉപയോഗിക്കാതെ മുഴുവനും അതിനകത്ത് ഉടായിപ്പ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതിലും എനിക്ക് വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞു. हालेलुया, क्योंकि वो झूठे काम करके हेरा फेरी करके घर पे आके जब झूठे हिसाब लिखते हैं तब बच्चे देख रहे हैं हालेलुया हम क्या कर रहे हैं और हम कैसा बोल रहे हैं. സ്വന്തം ഭവനത്തിലെ പിതാവ് ഇതിൽ മുഴുവനും മായം കലർത്തി കള്ളത്തരം കാണിക്കുന്നത് കണ്ട മകന് ആമേൻ ഈ കാര്യത്തിലും അപ്പൻ വിശ്വസ്തനായിരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. इसके लिए कहा कि सोना है करके मैं जानता हूं, लेकिन सच्चा सोना है कि नहीं, क्योंकि पिताजी ने दिया, इसके लिए मैं विश्वास कर नहीं पा रहा हूं. സ്വർണമാണ് സത്യമാ, പക്ഷെ അപ്പൻ തന്നതായതുകൊണ്ട് ശരിക്കുള്ള സ്വർണമാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. हालेलुया, हम जो करते हैं और जो बोलते हैं बहुत अंतर है. हालेलुया, आज परमेश्वर भी हमारे हृदयों को परख कर देखना चाहता है. നമ്മൾ പറയുന്നതും നമ്മുടെ പ്രവർത്തികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എങ്കിൽ ദൈവം ഇന്ന് നമ്മളെ ശോധന ചെയ്യുന്നുവെന്ന് അറിയുക. हालेलुया, इसके लिए परमेश्वर में लौटा कर लेकर आना चाहते हैं ताकि हमसे वो अनंतता नष्ट ना हो जाए. അതുകൊണ്ട് നമ്മളെ ദൈവം മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ നിത്യജീവൻ നമ്മിൽ നിന്ന് നഷ്ടമാകരുത്. पिछले हफ्ते हमने मनन किया था कि मेरा उठना और बैठना जानने वाला एक परमेश्वर है. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് എന്റെ ഇരിപ്പും എഴുന്നേൽപ്പും അറിയുന്ന ഒരു मेरे ദൈവം, अंदर आने वाला एक एक विचार तक मेरा परमेश्वर परख कर देखता है. എന്റെ ചിന്തകളെ പോലും നിരൂപണങ്ങളെ പോലും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന कोई भी ദൈവം. बात है उसके सम्मुख में छुपा नहीं सकता हूँ. അവന്റെ മുന്നിൽ എനിക്കൊന്നും മറയ്ക്കുവാനില്ല. हालेलुया, और परमेश्वर आज भी हमें जब देखता है हालेलुया अनंतता नष्ट हो जाएगा, इसके लिए काफी बार हमें अलर्ट करते हैं हम वापस आ जाए, परमेश्वर के सम्मुख हम समर्पण कर पाए. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നിത്യത പ്രാപിക്കുവാൻ കഴിയാത്തത് ചിലത് നമ്മളിൽ കാണുമ്പോൾ ദൈവം നമുക്ക് ചില സൂചനകൾ തരികയാണ്, പെട്ടെന്ന് എന്നിലേക്ക് നീ മടങ്ങി വരിക. और यहाँ पर पहले आयत में जैसा हमने पढ़ा है कि उस मत्स्य के पेट में आकर प्रार्थना करने तक हम इंतजार ना करें, बल्कि पहले से ही प्रार्थना और तैयारी करना जरूरी है. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന യോനയെ നമ്മൾ കാണുന്നു. പക്ഷേ ആ അവസ്ഥ വരുന്നത് വരെ കാത്തിരിക്കാതെ അതിനു മുന്നമേ ദൈവത്തോട് നിലവിളിച്ചു മടങ്ങി വരുവാനിടയാകും. परमेश्वर आज भी प्रार्थना करने वालों को ढूंढ रहा है. ഇന്നും പ്രാർത്ഥിക്കുന്നവനെ ദൈവം അന്വേഷിക്കുന്നു. हालेलुया, मैं बहुत सारे फ्यूनरल सर्विसेस अटेंड किया और वहां पर काफी बार लोग कहते हुए सुना है कि ये अप्पचन बहुत प्रार्थना करने वाला व्यक्ति था, ये अम्मची बहुत प्रार्थना करने वाले एक व्यक्ति था करके बोलते हुए मैंने सुना है. പല ശവസംസ്കാര ശുശ്രൂഷകളും അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ആളുകൾ അനുശോചനം പറയുമ്പോൾ ആ വ്യക്തികളെ കുറിച്ച് പറയാറുണ്ട്, ഈ അപ്പച്ചൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, ഈ അമ്മച്ചി ഒരുപാട് പ്രാർത്ഥിക്കുന്നവളായിരുന്നു. एक एक शहर के लिए, एक एक संस्थाओं के लिए, एक एक परमेश्वर की दासों के लिए, छोटे से बच्चों के लिए अगला एक पीढ़ी नष्ट ना हो जाए, उनके लिए रो रो कर प्रार्थना करने वाला एक अप्पचन था, एक अम्मची था बोलकर लोग कहते हुए सुना है. ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി, ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഓരോ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഓരോരോ വ്യക്തികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവളായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. उनका प्रार्थना अगला एक पीढ़ी मसीह में खड़े रहने के लिए तैयार हुआ है, तो हमारा प्रार्थना अगला एक पीढ़ी को तैयार करने के लिए परमेश्वर ने हमारे ऊपर जिम्मेदारी दिया है. नेवर इग्नोर दैट. प्रेज़ लॉर्ड. जब वे मर मिट गए हैं, उनके कदमों में हम खड़े रह पाए. एक प्रार्थना के एक बहुत बड़ा एक इमारत जैसा प्रार्थना के
लिए हम तैयार होना जरूरी है. അവരുടെ പ്രാർത്ഥനകളെല്ലാം ഒരു തലമുറയെ പിടിച്ചു നിർത്തുവാൻ ദൈവത്തിൽ ഉറപ്പിക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെയുള്ള പിതാക്കന്മാർ മാതാക്കൾ ആമേൻ മരിച്ചു മൺമറഞ്ഞപ്പോൾ അവരുടെ സ്ഥാനത്തേക്ക് കയറി നിൽക്കുവാൻ, ഒരു ദേശത്തിനു വേണ്ടി ഇടിവൽ നിൽക്കുവാൻ, വരുന്ന തലമുറയെ നാശത്തിൽ നിന്ന് പിടിച്ചു നിർത്തുവാൻ ഒരു പ്രാർത്ഥനാ ഗോപുരം പണിയുവാൻ നമ്മൾക്ക് കഴിയുമോ? अगला एक पीढ़ी खत्म हो रहा है, परमेश्वर की ओर उनके अंदर कोई प्रेम नहीं बचा है, वे नष्ट हो रहे हैं. उन्हें परमेश्वर के सम्मुख खड़ा करने के लिए परमेश्वर आज भी कुछ लोगों को ढूंढ रहा है. അടുത്ത ഒരു തലമുറ ദൈവ ഭയമില്ലാതെ ദൈവ സ്നേഹമില്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇടിവൽ നിൽക്കുവാൻ ഒരു കൂട്ടത്തെ ദൈവം അന്വേഷിക്കുന്നു. मैंने हाल ही में पिछले हफ्ते मैंने एक घटना सुना, दिल में बहुत ही चोट लग गया. हालेलुया. एक चर्च का वर्शिप लीडर, जो भाई है, वो चर्च का वर्शिप लीडर था. हालेलुया. अचानक से वो गायब हो गया. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് ഒരു കാര്യം കേൾക്കുവാനിടയായി തീർന്നു. ഒരു സഭയുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് കാണാനില്ല. वहां के चर्च में आने वाला दूसरे एक अंकल के घर में नौकरी के लिए आया हुआ, नॉर्थ इंडिया से आया हुआ एक भाई, उसके साथ ये वर्शिप लीडर का गे मैरिज हो गया, वो चले गया. ആ ചർച്ചിൽ തന്നെ ജോലിക്ക് അവിടെ ഉള്ള ഒരു അങ്കിളിന്റെ വീട്ടില് ജോലിക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ, ആ വ്യക്തിയുമായി ഇവൻ ആണുമായി അവർ ജീവിതം അനുഭവിക്കുവാൻ കടന്നുപോയി. ये यूएसए के बारे में नहीं बोल रहा हूँ, इंडिया के बारे में बोल रहा हूँ. ഇത് അമേരിക്കയിലെ കാര്യമല്ല പറയുന്നത്, ഇന്ത്യയിലെ കാര്യമാ പറയുന്നത്. यहाँ पर नॉर्थ इंडिया के बारे में मैं कह रहा हूँ. ഇവിടെ ഉത്തര ഭാരതത്തിലെ കാര്യമാ പറയുന്നത്. एक वर्शिप लीडर, क्या वो परमेश्वर के बारे में नहीं जानता था? वो लोगों को आराधना के लिए प्रेरणा देने वाला व्यक्ति है, सबसे आगे आकर खड़े रहने वाला व्यक्ति है, लेकिन वो गे मैरिज करके चर्च से चले गया. ആരാധന നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ എന്താ ദൈവത്തെ കുറിച്ച് അറിവില്ലയോ, ദൈവവചനത്തെ കുറിച്ച് അറിവില്ലയോ? ആളുകളെ ആരാധനയ്ക്കായി പ്രേരിപ്പിക്കുന്നവൻ, നയിക്കുന്ന ഒരു വ്യക്തി. ആമേൻ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവൻ ആണാണ്. അവൻ ഒരു ആണിന്റെ കൂടെ വിവാഹം കഴിച്ച് കടന്നു പോയിരിക്കുന്നത്. हालेलुया. ये समय बहुत ही कठिन समय आया हुआ है. വളരെ കഷ്ടതയുടെ ഒരു കഠിനമായ സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. एक बार यूएसए से आए हुए एक परिवार ने इस प्रकार दर्द से कहा, उनका बेटा 5th स्टैंडर्ड में पढ़ रहा है. वो माता पिता हमसे कह रहे हैं कि पास्टर प्रार्थना करो, मेरा बेटा बड़ा होकर एक लड़की से शादी करे, उतना ही हमारा आग्रह है. वो पेंतेकोस वाला होना भी जरूरी नहीं है, केवल वो लड़की से शादी करे, उतना ही हमारा आग्रह है. കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു മാതാപിതാക്കൾ, അവരുടെ കുഞ്ഞ് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ മകൻ, ആമേൻ, ആ മാതാപിതാക്കൾ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുകയായിരുന്നു, പാസ്റ്റർ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, ഇവൻ വിവാഹപ്രായമാകുമ്പോൾ ഒരു പെൺകുട്ടിയുമായി വിവാഹം കഴിക്കണം, വിശ്വാസി അല്ലെങ്കിൽ പോലും സാരമില്ല, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. हम रहने वाले ये दुनिया बहुत ही हमारे सोच से परे है. हालेलुया. हम विश्वास तक कर नहीं पाएंगे, ऐसे घटनाएं हो रहा है. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്നതിൽ ഒത്തിരി അപ്പുറമാണ് ലോകത്തിൽ വഷളത്വം നിറഞ്ഞിരിക്കുന്നത്. अगला एक पीढ़ी नाश हो रहा है. आर वी रेडी टू स्टैंड इन द गैप? हालेलुया. प्रेज़ लॉर्ड. अगला एक पीढ़ी को परमेश्वर के लिए खड़ा करने के लिए परमेश्वर जब ढूंढ रहा है, क्या हम प्रार्थना करने के लिए तैयार हो पाएंगे? हालेलुया. परिस्थिति बिगड़ने का इंतजार मत करिएगा. हम उस मत्स्य के पेट के अंदर जाकर गिरकर प्रार्थना करने के लिए इंतजार ना करें, बल्कि परमेश्वर जब हमें अलर्ट देता है तब हम प्रार्थना करना जरूरी है. നമ്മൾക്ക് ആമേൻ ആ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുവാൻ സാധ്യതയുള്ള വഷളത്വം നിറഞ്ഞ ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് കഴിയുമോ? ഒരിക്കലും ഒരനർത്ഥം വന്നു ഭവിക്കുവാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുവാൻ, ജീവിതം വഷളായി തീരുവാൻ, മത്സ്യത്തിന്റെ വയറ്റിൽ എത്തുന്നത് പോലെയുള്ള അനുഭവമായി തീരുവാൻ കാത്തിരിക്കാതെ അതിനു മുന്നമേ ദൈവം തരുന്ന ചില സൂചനകളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറുവാൻ ഇടയാകട്ടെ. God has called us to stand in gap
परमेश्वर ने हमें बुलाया है हालेलुया कुछ लोगों के लिए विनती करने के लिए, उनके बीच में खड़े रहते हुए उन्हें नरक से खींच निकालकर स्वर्ग का वारिस बनाने के लिए परमेश्वर ने हमें चुना है। हम में से कितने लोग उसके लिए हम तैयार हो पाएंगे? हालेलुया, प्रेज़ लॉर्ड। इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। उस 4 अध्याय जब हम पढ़ते हैं, योना की पुस्तक 4 अध्याय जब हम पढ़ते हैं, निनवे का छुटकारा से भी ज्यादा योना को रिकंस्ट्रक्ट करने के लिए, रीबिल्ड करने के लिए, उन्हें डिसिप्लिन करने के लिए परमेश्वर ने योना के जिंदगी में ऐसे परिस्थितियां डाला। परमेश्वर को मेरे और आपके बारे में बहुत बड़ा एक विचार है, बहुत बड़ा एक योजना भी है। उसके लिए एक एक पल हम तैयार रहना जरूरी है। इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। ऐसे अवसर और अनुमति दी परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। हमें भी आपकी प्रार्थना में उठाए रखिए, परमेश्वर के नाम की महिमा होने पाए। गॉड ब्लेस यू ऑल।